മലയാളി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മത്സരത്തിനിടെ ഹൃദയാഘാതം, ക്രിക്കറ്റ് താരത്തിന് ദാരുണാന്ത്യം. കോൽക്കളി റീൽ വൈറലായി, വിദ്യാർത്ഥിയുടെ പല്ലടിച്ചു കൊടിച്ചു സീനിയർ വിദ്യാർത്ഥികൾ. തന്നിഷ്ടപ്രകാരം VC നിയമനം കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് ഗവർണറുടെ നടപടി. MP ഗോവിന്ദൻ. ശബരിമല 40 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് ബസ്. ആനയെ കണ്ടു പേടിച്ചു വഴിതെറ്റി കാണാതായ 3 പേരും സുരക്ഷിതരായി തിരിച്ചെത്തി. വളപട്ടണം കവർച്ച, ലോക്കർ തുറന്നതെങ്ങനെ? അന്വേഷണ സംഘം വിപുലീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തന്നിഷ്ടപ്രകാരം VC-മാരുടെ നിയമനം നടത്തി ഹൈക്കോടതി വിധിയെയും ഭരണഘടനയെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യമെന്നും ഈ ഗവർണർക്കെതിരെ 9 കോടി വിധികൾ ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് ഗവർണറുടെ നടപടികളെന്നും ഗോവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ നമസ്കരിച്ച ശേഷം ചുമതലയേൽക്കുകയാണെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. ഗവർണറുടെ നടപടിയിൽ UDF-ന്റെ പ്രതികരണം വ്യക്തമാക്കണം. ഗവർണർക്കെതിരെ ക്യാമ്പസുകളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരും. അതിശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിലാകെ ഉയർന്നുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ചിരുന്നു. സർക്കാർ പട്ടികയിലുള്ളയാളെ പരിഗണിക്കണമെന്ന കോടതി ഉത്തരവ് മറികടന്നായിരുന്നു തന്നിഷ്ടപ്രകാരമുള്ള ഗവർണറുടെ നീക്കം. ഡോക്ടർ K ശിവപ്രസാദിനെ കെടിയിലും സീസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല VC-ആയും നിയമിച്ചിരുന്നു. ഗവർണറുടെ അസാധാരണ നടപടി. ഡിജിറ്റൽ സർവകലാശാല മുൻ VC-യും IIM-ലെ പ്രൊഫസറുമായ ഡോക്ടർ സജി ഗോപിനാഥ്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് എന്നിവരെയും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ M മുജീബ് എന്നിവരെയുമായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചത്. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിലെ സുപ്രീം കോടതി വിധിയെ മറയാക്കിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ നിയമനങ്ങൾ നടത്തുന്നത്. +1 വിദ്യാർത്ഥിയുടെ പല്ലടിച്ചു കൊടിച്ച് സീനിയർ വിദ്യാർത്ഥികൾ. സംഭവത്തിൽ 12 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. കുറ്റ്യാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് +1 വിദ്യാർത്ഥിയായ ഇഷാമിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ ഇഷാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെ ചൊവ്വാഴ്ച 20ഓളം സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് ഇഷാമിന്റെ ആരോപണം. കുന്നുമ്മൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ കോൽക്കളിയിൽ മത്സരിച്ച +1 വിദ്യാർത്ഥികൾ അവരുടെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ റീലായി പോസ്റ്റ് ചെയ്തതാണ് മർദ്ദിക്കാൻ ഇടയാക്കിയത്. ജൂനിയർ വിദ്യാർത്ഥികൾ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത റീലിനു കാഴ്ചക്കാർ കൂടിയതോടെ ഇത് പിൻവലിക്കാൻ സീനിയർ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടെങ്കിലും ജൂനിയേഴ്സ് തയ്യാറായില്ല. സംഭവവുമായി 14 വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു. സംഭവത്തെ ചൊല്ലി ദിവസങ്ങൾക്ക് മുൻപ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. അധ്യാപകർ ഇടപെട്ടാണ് അന്ന് സംഘർഷം ഒഴിവാക്കിയത്. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ. അലർജി മൂലം കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ചുവപ്പ്, കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിനും കൺപോളകൾക്കും ഉണ്ടാകുന്ന വീക്കം എന്നിവയ്ക്ക് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശാലകൃത്യന്ത്ര വിഭാഗത്തിൽ ഗവേഷണാടിസ്ഥാനത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നു. 10 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ OP നമ്പർ 8 ചികിത്സ നേടാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7561098813. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശാലകൃത്യന്ത്ര വിഭാഗത്തിന് കീഴിൽ അലർജി മൂലം 1 മാസത്തിൽ കൂടുതലായി തുമ്മൽ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, മൂക്കിനുള്ളിൽ ചൊറിച്ചിൽ എന്നീ ലക്ഷണങ്ങളുള്ള 15 മുതൽ 45 വയസ്സ് വരെയുള്ള പ്രായമുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഗവേഷണാടിസ്ഥാനത്തിൽ ലഭിക്കും. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് OP സമയം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281475923. വരണ്ട കണ്ണുകൾ, കണ്ണിൽ പൊടിപോയ പോലെയുള്ള അവസ്ഥ, ചൊറിച്ചിൽ, ചുവപ്പ് മങ്ങിയ കാഴ്ച, കണ്ണിൽ നിന്നുമുള്ള വെള്ളം വരിക, കണ്ണിന് അസ്വസ്ഥത, കണ്ണിന് കുത്തിനോവ്, ഭാരമുള്ള കൺപോളകൾ, കണ്ണിന് പുകച്ചിൽ എന്നീ ലക്ഷണങ്ങളുള്ള ഡ്രൈ ഐ ഡിസീസിന് കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദിക് കോളേജ് ആശുപത്രി പരിയാരം ശാലകൃത്യന്ത്ര വിഭാഗത്തിൽ ഗവേഷണാടിസ്ഥാനത്തിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ സൗജന്യ ചികിത്സ നൽകുന്നു. 15 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് ചികിത്സ തേടാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400402404.
കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലെ ബസ് സമരം അവസാനിപ്പിച്ചു. 2 ദിവസമായി നടന്നു വന്നിരുന്ന ബസ് ജീവനക്കാരുടെ പണിമുടക്ക് പിൻവലിച്ചു. കൂത്തുപറമ്പ് SPM കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ബസ് ഉടമകളുടെയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിലാണ് തർക്കം പരിഹരിച്ചത്. നേരത്തെ ചെയ്തിരുന്നതുപോലെ ബസ് പുറപ്പെടാൻ നോക്കുമ്പോൾ വിദ്യാർത്ഥികളെ കയറ്റാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ ബസ്സുകൾക്ക് ഫൈൻ ഈടാക്കിയ നടപടി SPക്ക് അപേക്ഷ നൽകിയാൽ പുനഃപരിശോധിക്കും. ബസ് ജീവനക്കാർക്കെതിരെ എടുത്ത കേസും ഒഴിവാക്കും. ഒരു ഹോം ഗാർഡും ബസ് ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് 2 ദിവസം ബസ് സമരം നടന്നത്. ഹോം ഗാർഡ് ആദ്യം തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെയും ബസ്സിൽ കയറ്റുമായിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായത്. K. പ്രഭാകരൻ അനുസ്മരണം നാളെ. കൂടാളി പഞ്ചായത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിൽ ജീവിതകാലം മുഴുവൻ അഹോരാത്രം പ്രവർത്തിച്ച K. പ്രഭാകരന്റെ 5ാമത് ചരമവാർഷികം ശനിയാഴ്ച നടക്കും. രാവിലെ 9-ന് CPM കൂടാളി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രഭാതഭേരിയും അനുസ്മരണവും നടക്കും. വൈകിട്ട് 5-ന് ടൗൺ സ്ക്വയറിൽ മാറുന്ന കാലത്ത് മാർക്സിസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ പ്രഭാഷണം നടത്തും. ജില്ലയിൽ പേവിഷ വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തി DMO. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ആക്രമിച്ച പട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സംഭവത്തെ തുടർന്ന് ജില്ലാ ആരോഗ്യ വകുപ്പിലെ പ്രോഗ്രാം ഓഫീസർമാരുടെ അടിയന്തര യോഗം DMO ഡോക്ടർ പീയൂഷ് M. നമ്പൂതിരിപ്പാട് വിളിച്ചു ചേർത്തു. പേവിഷ വാക്സിന്റെ ലഭ്യത ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സ്റ്റോക്കുകൾ ബന്ധപ്പെട്ട ആശുപത്രികൾ യഥാസമയം കൃത്യമായി ജില്ലാ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കാൻ നിർദ്ദേശിച്ചു. വിവിധ വകുപ്പുകളുമായി സംയുക്ത യോഗം ചേരാനും തുടർ നടപടികൾ സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ വകുപ്പുകളുമായി ചേർന്ന് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. നശമുക്ത് ഭാരത് അഭിയാൻ NSS വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. നശമുക്ത് ഭാരത് അഭിയാൻ ലഹരിമുക്ത കണ്ണൂരിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം, ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് എന്നിവ NSS വളണ്ടിയർമാർക്ക് ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ADMC പത്മചന്ദ്രക്കൂർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രൂപീകരിച്ച ലഹരിക്കെതിരെ ജാഗ്രതാ സെല്ലുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ADM പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്ത മാനേജർമാരുമായ PK സതീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനത്തിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 50ഓളം വളണ്ടിയർമാർ പങ്കെടുത്തു. കേരള NLCA കോർഡിനേറ്റർ ഫാദർ ജീൻസ് ജോസഫ്, ട്രെയിനിംഗ് കോർഡിനേറ്റർ DM മാത്യു എന്നിവർ ക്ലാസ് എടുത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P. ഷിജു, NBL ജില്ലാ നോഡൽ ഓഫീസർ PK നാസർ, SNCA ഫീൽഡ് ഓഫീസർ അമൽ മത്തായി, CHASS അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജോർജ് തച്ചേരിൽ, IRCA കൗൺസിലർമാരായ അരുൺ കുര്യാക്കോസ്, ജെറിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. വിമുക്തിയുടെയും NSSന്റെയും സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. KLIBF മേഖല ക്വിസ് മത്സരം നടത്തി. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കണ്ണൂർ മേഖല ക്വിസ് മത്സരത്തിൽ സ്കൂൾ വിഭാഗത്തിൽ പാട്യം GHSSലെ വേദിക, നിക്ത ഷൈജു എന്നിവർ 1ാം സ്ഥാനം നേടി. കോളേജ് തല മത്സരത്തിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ P. അശ്വതി, അഭിനവ് മനോജ് എന്നിവർക്കാണ് 1ാം സ്ഥാനം. സ്കൂൾ വിഭാഗത്തിൽ തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ E. ശ്രീലക്ഷ്മി, K. ഹരിനന്ദ, സുരേഷ് എന്നിവർക്കാണ് 2ാം സ്ഥാനം. ടാഗോർ വിദ്യാനികേതൻ തളിപ്പറമ്പിലെ NV സിദ്ധാർത്ഥ്, BN അഭിനവ് എന്നിവർ 3ാം സ്ഥാനം നേടി. കോളേജ് വിഭാഗത്തിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ KC UK ഗീതിക എന്നിവർ 2ാം സ്ഥാനവും ഉദുമ ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജിലെ V. ലസിത, P. നിവേദ് എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവർ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. കണ്ണൂർ ശിക്ഷക് സദനിൽ രാവിലെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അക്ഷരങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് മന്ത്രി പറഞ്ഞു. റെയ്ഡ്കോ വിദേശ കയറ്റുമതി ഉദ്ഘാടനം ഡിസംബർ 1-ന്. റെയ്ഡ്കോ ഫുഡ് ഉൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഡിസംബർ 1-ന് ഉച്ചയ്ക്ക് 2-ന് മാവിലായി കറി പൗഡർ ഫാക്ടറി അങ്കണത്തിൽ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി അധ്യക്ഷയാകും. ശബരിമല മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് പമ്പ ബസ് സ്റ്റേഷനിൽ നിന്നും തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളുമായി KSRTC. ദീർഘദൂര സർവീസ്, നിലയ്ക്കൽ ചെയിൻ സർവീസ് എന്നിവയ്ക്കായി 200 ബന്ധുക്കളാണ് ആദ്യഘട്ടത്തിൽ പമ്പ ബസ് സ്റ്റേഷനിലേക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നത്. ഇതിനു പുറമെയാണ് മറ്റ് ഡിപ്പോകളിൽ നിന്നുമുള്ള ഓപ്പറേഷനുകൾ. പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കുള്ള ചെയിൻ സർവീസുകൾ ത്രിവേണി ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുക.
ദീർഘദൂര ബസ്സുകൾ പമ്പ ബസ് സ്റ്റേഷനിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു. ചെങ്ങന്നൂർ, തിരുവനന്തപുരം, എറണാകുളം, കുമളി, കോട്ടയം, എരുമേലി, പത്തനംതിട്ട, കമ്പം, തേനി, പഴനി, തെങ്കാശി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂരം സർവീസുകളുണ്ട്. കുറഞ്ഞത് 40 പേരുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് പ്രത്യേക ചാർട്ടേഡ് ബസ് സർവീസും ലഭ്യമാണ്. ത്രിവേണിയിൽ നിന്നും തീർത്ഥാടകരെ പമ്പ ബസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് 3 ബസ്സുകളാണ് സൗജന്യ സർവീസ് നടത്തുന്നത്. തീർത്ഥാടകർക്കുള്ള കൺട്രോൾ റൂം നമ്പർ 9446592999. നിലയ്ക്കൽ 9188526703. ത്രിവേണി 94702402. പമ്പ 9447377119. ഭാഗ്യക്കുറി തൊഴിലാളികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം ചെയ്തു. ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കും പെൻഷൻ മാർഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിച്ചു. തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ജീവിത സൗകര്യങ്ങളുടെ പരിപാലനവും സാമൂഹ്യ ബാധ്യതയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അതിനാലാണ് മുമ്പുണ്ടായിരുന്ന വെല്ലുവിളികളെ നിഷ്പ്രഭമാക്കി ശ്രദ്ധേയമായ തൊഴിലിടമായി ലോട്ടറി മേഖലയെ മാറ്റിയതെന്നും മന്ത്രി പറഞ്ഞു. ഭാഗ്യക്കുറി തൊഴിലാളി ദേവികയെ മന്ത്രി യൂണിഫോം അണിയിച്ചു. തുടർന്ന് 500ഓളം തൊഴിലാളികൾക്ക് യൂണിഫോം ഏറ്റുവാങ്ങി. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം പി ബാലൻ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ കെ ഹരീഷ്, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ ടി പ്രദീപൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ വി സജേഷ്, പി നാരായണൻ, പി പ്രവൻ, പ്രജിത് പുച്ചാലി, പി രവീന്ദ്രൻ, വി ഉമേശൻ, മടപ്പള്ളി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വളപട്ടണം മന്നയിലെ അരിമൊത്ത വ്യാപാര കെ പി അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് 1 കോടി രൂപയും 300-ലേറെ പവൻ സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കുന്നതിനായി അന്വേഷണ സംഘം വിപുലീകരിച്ചു. റൂറൽ SP അനോജ് പലിവളിന്റെ കണ്ണൂർ സിറ്റി SP TK രത്നകുമാറിന്റെയും നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കുന്നത്. TK രത്നകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. 1 കോടി രൂപയും സ്വർണവും സൂക്ഷിച്ച ലോക്കറിന്റെ താക്കോൽ മറ്റൊരു ഷെൽഫിൽ വെച്ച് പൂട്ടിയതായിരുന്നു. ഇതിന്റെ താക്കോൽ മറ്റൊരിടത്ത് വെച്ചു. ഈ താക്കോൽ എടുത്താണ് ഷെൽഫ് തുറന്നു താക്കോൽ എടുത്ത് ലോക്കർ തുറന്നത്. വീടിന്റെ താഴത്തെ നിലയിലെ ജനൽ മാത്രമാണ് അകത്തു കയറാനായി തകർത്തത്. 2 താക്കോൽ ഉപയോഗിച്ചു. കൃത്യം ധാരണയോടെയാണ് ലോക്കർ തുറന്നതെന്ന് പോലീസ് പറഞ്ഞു. മരം കൊണ്ടുള്ള അലമാരക്കകത്താണ് ലോക്കർ. അലമാരയുടെ വാതിൽ തകർത്ത് ലോക്കറിനും ഒരു കേടും വരാതെയാണ് മോഷണം നടത്തിയത്. ആദ്യം 1 താക്കോൽ ഉപയോഗിച്ചും രണ്ടാമത് മറ്റൊരു താക്കോലും ലിവറും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുമാണ് ഈ ലോക്കർ തുറക്കാനാവുക. ഈ രീതി കൃത്യമായി പാലിച്ചാണ് ലോക്കർ തുറന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ വീടിനെ കുറിച്ചും അലമാരയ്ക്ക് അകത്തു സ്ഥാപിച്ച ലോക്കറിനെ കുറിച്ചും വ്യക്തമായി അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ലോക്കർ ഉപയോഗിക്കുന്നതും തുറക്കുന്നതും അഷ്റഫ് ഉൾപ്പെടെ വീട്ടിലെ പ്രധാന അംഗങ്ങൾ മാത്രമാണെന്ന് പോലീസിൽ നൽകിയ മൊഴിയിലുണ്ട്. പ്രധാന CCTV ക്യാമറകൾ സെക്കൻഡുകൾ തെറ്റാതെ പൂർണ്ണമായും നോക്കി മാത്രമേ വിലയിരുത്താവൂ എന്നതിൽ ഏറെ സമയമെടുത്താണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒട്ടേറെ സംഘങ്ങളായി തിരിഞ്ഞ് CCTV പരിശോധന, ടവർ ലൊക്കേഷൻ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് കൂടുതലായും നടത്തുന്നത്. സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ഒരാഴ്ചക്കുള്ളിൽ ശേഖരിക്കുന്നതിനൊപ്പം കാസർഗോഡ്, മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലെയും ദൃശ്യങ്ങൾ പരിശോധിക്കും. അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ഇതര സംസ്ഥാനക്കാരാണ് എന്ന് ഉറപ്പിക്കാത്തതിനാൽ ഇതുവരെ അന്വേഷണ സംഘം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടില്ല. അഷ്റഫിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാൾ മോഷ്ടാക്കളെ സഹായിച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ്. സമാന സ്വഭാവമുള്ള കേസുകളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതികളുടെ വിരലടയാളവും പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 100-ലേറെ വിരലടയാളങ്ങൾ പരിശോധിച്ചു. എന്നാൽ വീട്ടിൽ നിന്നും ലഭിച്ച വിരലടയാളവുമായി പൊരുത്തപ്പെടുന്നതൊന്നും ലഭിച്ചിട്ടില്ല. മോഷണം നടന്ന വീട്ടിൽ നിന്നും 16 വിരലടയാളങ്ങളാണ് ലഭിച്ചത്. മോഷ്ടാക്കളിൽ ഒരാൾ മാത്രമാണ് വീട്ടിനകത്ത് കയറിയതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത്. മറ്റുള്ളവർ പുറത്ത് കാത്തു നിൽക്കുകയും മറ്റു സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കാം. മതിൽ ചാടിയ ഭാഗത്തും വീട്ടുപരിസരത്തും മിക്ക CCTV ക്യാമറകളും പ്രവർത്തനക്ഷമമല്ല. ഇക്കാര്യം മോഷ്ടാക്കൾക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. കഴിഞ്ഞ 19-നാണ് അഷ്റഫും കുടുംബവും വീടും പൂട്ടി മധുരയിലേക്ക് പോയത്. 24-ന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കാണുന്നത്. 20-നാണ് കവർച്ച നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. തൊട്ടടുത്ത ദിവസവും വീടിനകത്ത് മോഷ്ടാവെന്ന് സംശയിക്കുന്ന അയാളുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്.
കോതമംഗലം കൂട്ടമ്പുഴ വനത്തിൽ കാണാതെ 3 സ്ത്രീകളും സുരക്ഷിതരായി തിരിച്ചെത്തി. ആനയെ കൊണ്ട് പേടിച്ചാണ് വഴിതെറ്റിയതെന്നാണ് കാട്ടിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീകൾ. രാത്രി ഉറങ്ങിയില്ലെന്നും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. രാത്രി 2 മണി വരെ ചുറ്റിലും ആനയുണ്ടായിരുന്നുവെന്നും സ്ത്രീകൾ പറഞ്ഞു. പശുക്കളെ തേടിപ്പോയ മാളെക്കുടി മായാജയൻ, കാവുംകുടി പാറുകുട്ടി കുഞ്ഞുമോൻ, പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം കാട്ടിൽ അകപ്പെട്ടത്. മത്സരത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ ക്രിക്കറ്റ് താരത്തിന് ദാരുണാന്ത്യം. ഇമ്രാൻ പട്ടേലാണ് പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ മരിച്ചത്. പൂനെയിലെ ഗാർവാരെ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച നടന്ന മത്സരത്തിനിടെയാണ് സംഭവം. ഓപ്പണറായി ഗ്രൗണ്ടിലെത്തിയ ഇമ്രാന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അമ്പയറെ വിവരമറിയിച്ച ശേഷം തിരികെ മടങ്ങി. എന്നാൽ പവലിയനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇമ്രാൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇമ്രാനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മത്സരം ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.